ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഋഷഭയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. നേരെ ഇങ്ങ് പോകുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഫ്രഷ് ആയിട്ട് കാണുകയാണ്. സാധാരണ നമ്മൾ ഇതുവരെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കിന് ഓൾറെഡി ഒരു തവണ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാണെങ്കിലും നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം. The past never dies, it bleeds into every birth. ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. What you can't define, the brain denies. ഇത് മറ്റേതല്ലേടെ മഹേന്ദ്ര ബാഹുബലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ മഹിഷ്മതി കൊട്ടാരത്തിലെ ആ സംഭവം അല്ലേ? പക്ഷെ കൊള്ളാം കേട്ടല്ലോ. ആരുടെ നോട്ടൊക്കെ കണ്ട ഓ ആ വാക്ക് കണ്ട. ആളുകൾ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ട. ഇതാരുടെ അമ്മയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. ഓ ഓ ഓ എടി ഇത് മറ്റേ ലങ്ങേരല്ലേ, നമ്മുടെ KGF-നകത്തിലെ മറ്റേ ലങ്ങേരുണ്ടല്ലോ, മറ്റേ പ്രതിമയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ റോക്കി ബൈ തല വെട്ടിക്കളയൂല്ലേ, അയാളല്ലേ ഇത്? ഗരുഡൻ, അത് തന്നെ. ഓ സീനാണല്ലോ ഇത്. ഓ സീന്. പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഋഷഭ. ഓ പോളിയുടെ പോളി. December 25-നാണ് ഇത് റിലീസ്. ഗൈസ് ആക്ച്വലി ഞാൻ എൻ്റെ നേരത്തെ ടീസർ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നില്ല. നമ്മുടെ മറ്റേ വെട്ടിയിട്ട താഴത്തണ്ട് പോലെ കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു സാധനം, എനിക്ക് ആ ഒരു മൂഡാണ് സത്യം പറഞ്ഞ ആ ഒരു ടീസറും വേറെ കുറേ സംഭവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ ട്രെയിലർ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടാ. നമ്മൾ വിചാരിച്ചൊരു സാധനമേ അല്ല. കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ പാസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു സംഭവം വരുമല്ലോ, നമ്മുടെ ധീര സിനിമയ്ക്കകത്തിലേക്ക് കൂട്ട് പ്രസൻറ്റിൽ നടക്കുന്ന ഒരു സംഭവം. പക്ഷേ പാസ്റ്റിൽ വേറൊരു കഥ ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ പിടിച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും സംഗതി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ട്രെയിലറിനകത്ത് തന്നെ കുറച്ച് അത്യാവശ്യം പവറേഷ് സാധനമായിട്ടുണ്ട്. പടത്തിലും അതുപോലെ വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. ലാലേട്ടൻ്റെ ആ ഒരു ലുക്ക്, ആ ഒരു ഈ മറ്റേ ബിഗ് ബോസിൻ്റെ ഈ 7 എന്ന് കാണിച്ച് ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂവിൽ കൊടുക്കുന്ന ആ ഒരു വാക്കില്ലേ, ആ സെയിം സാധനം തന്നെ നമ്മുടെ ഈ ബബ്ബയ്ക്കകത്തും ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇതിനകത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വേറെ ആരും ചെയ്താൽ പറ്റില്ല. നമ്മുടെ ലാലേട്ടന് മാത്രം സ്വന്തമായിട്ടൊരു സാധനം തന്നെയാണ് ഈ ഒരു ഐക്കോണിക് തോളിശ്ശേരിയൽ എന്ന് പറയുന്നത്. ഈ ലോകത്തെ വേറെ ഏതൊരു നടനുണ്ട്. എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രെയിലറിനകത്ത് കണ്ടതുപോലെ തന്നെ ആണെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും. ഇതിനകത്തുള്ള കുറച്ച് കമൻറ്റ് സെക്ഷനോടൊന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് കമൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. എത്ര ലാലേട്ടൻ ഫാൻസിൻ്റെ കൂടെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തത് തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയം. അൺഎക്സ്പെക്റ്റഡ് തൂക്ക് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കിതിനകത്ത് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ സംതിങ് എന്തൊക്കെയോ പ്രതീക്ഷയില്ല ആയിരുന്നു. ബട്ട് ട്രെയിലർ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു. ഹൗ മെനി ലാലേട്ടൻ ഫാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ട്രെയിലർ കണ്ടു എങ്കിലും ഇത് നല്ലതാവുന്ന ഫീൽ വരുന്നു. തുടരും മോഡൽ അൺഎക്സ്പെക്റ്റഡ് തൂക്കൽ പ്രതീക്ഷിക്കുന്നു. ബോറില്ല, വൃത്തിയുണ്ട്, അത് മതി. അത് തന്നെയാണ് നമുക്ക് ആ ഒരു സംഭവമാണ് വേണ്ടത്. ലാലേട്ടൻ്റെ പടത്തിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന സംഭവം അത് തന്നെയാണ്. കാര്യം ചില ആൾക്കാർ വന്ന് ലാലേട്ടനെ ചെയ്തു വെക്കുന്ന മറ്റൊരു രീതിയിലോട്ടായി പോവും. പക്ഷേ ഇത് സംഭവം പരിപാടി നൈസാണെന്ന് തോന്നുന്നത്. എന്താണെങ്കിൽ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ശരി, ബൈ.